ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു ചിന്ത പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ കിട്ടിയൊരു ചിന്ത ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ആദിമ നൂറ്റാണ്ടുകളിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഓരോ സഭയിലെയും അംഗങ്ങളെ വിശുദ്ധർ എന്നാണ് അഭിസംബോധന ചെയ്ത് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. റോമായിലെ വിശുദ്ധർ, കൊറിന്തോസിലെ വിശുദ്ധർ എന്നൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. വാശിയും കോപവും മാത്സര്യവും സത്യതകളുമൊക്കെ ഈ സഭകളിലെ വിശ്വാസികളിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഉള്ള പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സഭകളിലെ ലേഖനങ്ങൾ എഴുതുമ്പോൾ, കത്തുകൾ എഴുതുമ്പോൾ അവരെ പൗലോസ്ലീഹ സംബോധന ചെയ്തിരുന്നത് വിശുദ്ധർ എന്നായിരുന്നു. എങ്ങനെയാണ് വിശുദ്ധർ എന്നവരെ വിളിക്കുക? കുറവുകളുള്ളപ്പോഴും ഒരാൾക്ക് വിശുദ്ധനാകാൻ പറ്റുമോ? എന്താണ് ക്രിസ്തീയ വീക്ഷണത്തിലെ വിശുദ്ധിയുടെ കാതലായ കാര്യം എന്ന് ചിന്തിച്ചു. എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് വെച്ചാൽ, ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ എനിക്ക് വ്യക്തമാക്കാൻ കഴിയും. കാരണം നാം വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന കാസയും പിലാസയും സാധാരണഗതിയിൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. ആ സ്റ്റീലിന് മറ്റ് സ്റ്റീൽ പാത്രങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും കാസയും പിലാസയും വിശുദ്ധ പാത്രങ്ങളായിട്ടാണ് നാം കരുതുന്നത്. അതിനേക്കാൾ വില കൂടിയ സ്റ്റീൽ പാത്രങ്ങൾ നമ്മുടെ വീടുകളുണ്ടെങ്കിലും നാം അതിനെ വിശുദ്ധ പാത്രങ്ങളായി കണക്കാക്കാറില്ല. വിശുദ്ധ കുർബാനയിൽ വൈദികൻ ധരിക്കുന്ന കാപ്പ വിശുദ്ധ വസ്ത്രമായി നാം പരിഗണിക്കുന്നു. എന്നാൽ അതിനേക്കാളും അനേകം മടങ്ങ് വിലയുള്ള സാരികൾ നമ്മുടെ പെട്ടിയിലുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും വിശുദ്ധ വസ്ത്രമായി നമുക്ക് തോന്നാറില്ല. എന്തുകൊണ്ട്? കാപ്പയും കാസയും പിലാസയും ഒക്കെ വിശുദ്ധ വസ്തുക്കളായി എങ്ങനെയാണ് നാം കണക്കാക്കുന്നത്? അവയിൽ കറയോ വഴക്കോ ഇല്ലാത്തത് കൊണ്ടല്ല, അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ വിശുദ്ധി കൊണ്ടുമല്ല. പ്രത്യേകത അത് വിശുദ്ധനായവൻ്റെ ശുശ്രൂഷയ്ക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് മാർപ്പാപ്പ വന്നാലും അദ്ദേഹത്തിന് പാനീയങ്ങൾ കൊടുക്കുവാൻ നാം ദേവാലയത്തിലെ കാസ ഉപയോഗിക്കാറില്ല. കാരണം അത് ദൈവത്തിൻ്റെ മേശയിൽ വിളമ്പാൻ മാത്രമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന വസ്തുവാണ്. പരിശുദ്ധനായ ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട അവസ്ഥ ബലഹീനനായ ഏതൊരു മനുഷ്യനെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ നിന്നും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടുകൊണ്ട് ലോകത്തിൻ്റെ സ്വന്തമായിരിക്കുന്നവൻ അല്ലെങ്കിൽ സ്വന്തമായിരിക്കുന്നവർ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയത് കൊണ്ടാണ് ക്രൈസ്തവ സമൂഹങ്ങളെ വിശുദ്ധരുടെ സമൂഹമായി വിശുദ്ധ പൗലോസ്ലീഹ പരിഗണിച്ചുകൊണ്ടിരുന്നത്. ഒരു വൈദികനെയോ കന്യാസ്ത്രീയോ റവറൻറ്റ് ചേർത്ത് വിളിക്കുന്നത് അവരിൽ മാനസികമായ കുറവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അവർ ദൈവത്തിനായി ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. അവരുടെ പ്രത്യേകമായ സമർപ്പണമാണ് സമൂഹത്തിൻ്റെ ആദരവിനുള്ള അടിസ്ഥാനം. ബലഹീനതകൾ കുറവാണെങ്കിലും എല്ലാവരും ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്നില്ല എങ്കിലും ആരും വിശുദ്ധരാകുന്നില്ല. കാരണം സ്റ്റീലിൻ്റെ മേന്മ ഒരു പാത്രത്തെയും വിശദീകരിക്കുന്നില്ല. നൂലിൻ്റെ പവിത്രത ഒരു വസ്ത്രത്തെയും വിശദീയമാക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോഴാണ്, അവിടുത്തെ മേശയിൽ വിളമ്പാൻ ഉപയോഗിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ സ്വന്തമാകുക. കർത്താവിൻ്റെ മേശയിൽ ഉപയോഗിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതപാത്രങ്ങൾ മറ്റുള്ളവരുടെ മേശപ്പുറത്ത് നിരത്തപ്പെടാൻ വിട്ടുകൊടുക്കുമ്പോൾ ആ പാത്രങ്ങളും വിശുദ്ധ ഇല്ലാത്തതായിത്തീരും. എന്നും ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുക, എപ്പോഴും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നവരാകുക, അതാണ് വിശുദ്ധിയുടെ രഹസ്യം. നമ്മളൊക്കെ മനുഷ്യരാണ്. ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് ഏത് നിമിഷവും നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോകുമ്പോൾ നമ്മുടെ വിശുദ്ധിയുടെ ഗണത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഒരു തുച്ഛമായ മനുഷ്യജീവിതമാണ്. ആ വിശുദ്ധിയുടെ ഗണത്തിലേക്ക് വിളിക്കേണ്ട നമ്മൾ പ്രത്യേക ഗണമാക്കി മാറ്റി നിർത്തുമ്പോൾ നമ്മൾ അതിലൂടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ദൈവം നമുക്ക് ഉണ്ടാക്കി തരുന്നു. ഈ കൊച്ചു ചിന്ത തന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. നമുക്കൊന്നും പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ലോകത്തിൽ നിന്നും അങ്ങേയ്ക്കായി വേർപിരിയുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായിത്തീരുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥ, ലോകത്തോടും പാപത്തോടും വേർപിരിയാതെ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും ഞാൻ എപ്പോഴും അശുദ്ധൻ തന്നെയെന്ന് മനസ്സിലാക്കുന്നു. കർത്താവെ, നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് ജീവിച്ചുകൊണ്ട് നിന്നോടൊപ്പമായി തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.